Mesmerizing wedding collection. Tejaswini by Chungat Jewelry. ഇടശ്ശേരി ജ്വല്ലറി കാലടി. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ലൈറ്റ് വെയ്റ്റ് 916 സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജ്വല്ലറി ഇടശ്ശേരി ജ്വല്ലറി കാലടി. അങ്കമാലി നഗരസഭാ കാര്യാലയത്തിനും വ്യാപാര ഭവനും മധ്യേയുള്ള റോഡ് കുപ്പത്തൊട്ടിയും മൂത്രപ്പുരയുമായി മാറി. അങ്കമാലി മർച്ചന്റ്സ് അസോസിയേഷൻ റോഡിൽ മതിൽ കെട്ടിയ ശേഷം ജനസഞ്ചാരം കുറഞ്ഞതോടെ മാലിന്യം തള്ളുന്നവർക്ക് ഒരു വഴി തുറന്നു കിട്ടി. ഏതാനും നാളുകൾ മുൻപ് ഈ റോഡിന്റെ അവസ്ഥ ഇങ്ങനെയായിരുന്നില്ല. ഇരുചക്രവാഹനങ്ങളും ഓട്ടോറിക്ഷകളുമെല്ലാം അനുനിമിഷം ഇതുവഴി കടന്നുപോയിക്കൊണ്ടിരുന്നു. നൂറുകണക്കിന് കാൽനടക്കാർ വേറെയും. മർച്ചന്റ്സ് അസോസിയേഷൻ റോഡിലേക്കിറക്കി മതിൽ കെട്ടിയതോടെ വാഹനങ്ങൾക്ക് പോകാൻ വഴിയില്ലാതെയായി. ഇരുചക്രവാഹന സഞ്ചാരം പോലും തടസ്സപ്പെട്ടു. കാൽനടക്കാരുടെ എണ്ണവും കുറഞ്ഞു. മാലിന്യം തള്ളുന്നവരും സാമൂഹ്യ വിരുദ്ധരും മദ്യപരും കിട്ടിയ അവസരം മുതലെടുത്തു. ചാക്കുകളിൽ കെട്ടിയും അല്ലാതെയും റോഡരികിൽ മാലിന്യം കുമിഞ്ഞുകൂടി. മദ്യപരുടെ വക മദ്യക്കുപ്പികൾ വേറെയും. തൊട്ടടുത്ത ബാറുകളിൽ നിന്ന് ഇറങ്ങി വരുന്നവർ റോഡിനെ മൂത്രപ്പുരയുമാക്കി. സ്ത്രീകൾക്കും മറ്റും റോഡിലൂടെ നടന്നു പോകാൻ കഴിയാത്ത അവസ്ഥയാണ് നിലനിൽക്കുന്നതെന്ന് സമീപത്ത് തയ്യൽ സ്ഥാപനം നടത്തുന്ന റീബ രാജ് പറയുന്നു. ഈ വഴിയിൽ മാലിന്യം തള്ളുന്നതിനെതിരായിട്ട് നേരത്തെ ഒരു വാർത്ത വന്നതാണ്. നഗരസഭയെ അത് ബോധ്യപ്പെടുത്തിയതുമാണ്. പക്ഷേ ഇതുവരെയായിട്ട് യാതൊരു നടപടിയും ഈ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. ഒന്നും കൂടി കണ്ണി കണ്ട സാധനങ്ങൾ കൊണ്ടുവിടാൻ ആൾക്കാർക്കുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുന്ന പോലെയാണ് ഇതിപ്പോൾ ഉണ്ടായേക്കുന്നത്. എല്ലാ ജനങ്ങൾക്കും മെഡിക്കൽ ഓഫീസർ, ആരോഗ്യ വിഭാഗത്തിൻ്റെ ഒരു മെഡിക്കൽ ഓഫീസറുടെ നോട്ടീസ് സഹിതമാണ് നഗരസഭ പുകമരുന്ന്, ബ്ലീച്ചിങ് പൗഡർ, കുമ്മായം ഇതൊക്കെ വീടുകളിൽ എത്തിച്ചത്. കൊതുക് വളർന്ന ജനങ്ങൾക്കെതിരെ നടപടിയെടുക്കുന്നു പറഞ്ഞു. ഈ നഗരസഭയുടെ നടുക്കിരിക്കുന്ന അങ്കമാലി ടൗണിൻ്റെ നടുക്കിരിക്കുന്ന നഗരസഭയുടെ ഈ വഴിയിൽ മാലിന്യം തള്ളി എന്ന് പറഞ്ഞിട്ട് ഒരു മാസത്തിലേറെയായി ഒരു വാർത്ത വന്നിട്ട് ഇതുവരെയായിട്ട് നഗരസഭ ഒരു നടപടി എടുക്കാനോ അത് ഒന്ന് ക്ലീൻ ചെയ്തിടാമല്ലോ. ആരോഗ്യ വിഭാഗത്തിൻ്റെ തൊട്ട് മുമ്പിൽ തന്നെയാണ് ഈ ഇരിക്കുന്നത്. എന്തിനാ അങ്കമാലിയിലെ ഹെൽത്ത് ഇത് ഒരു നടപടി എടുത്ത് അതൊന്ന് വൃത്തിയാക്കി ഇടാമല്ലോ. മുനിസിപ്പാലിറ്റിയുടെ മതിലിൻ്റെ മുൻവശമല്ലേ പൊതുജനം നടന്നു പോകുന്നത്. ഇത് ഈ ബാറിൽ നിന്നുള്ള കുപ്പി കള്ളൂടിയന്മാർ നിരന്ന് നടന്ന് അടിയുണ്ടാക്കാണ് ഇവിടെ ഈ വഴിയിൽ. വൈകുന്നേരം ആയാൽ ഇതിലെ സ്ത്രീകൾക്ക് സഞ്ചരിക്കാനേ പറ്റില്ല. ബാറിൽ നിന്നുള്ള കുടിയന്മാർ മുഴുവൻ ഈ വഴിയിൽ നിന്ന് മൂത്രമൊഴിക്കുകയാണ്. സ്ത്രീകൾക്ക് നേരിട്ട് എന്ന് മൂത്രമൊഴിക്കരുതെന്ന് പറയാൻ പറ്റുമോ? എന്തെങ്കിലും ആരെങ്കിലും മിണ്ടിയാൽ അവർക്കെതിരെ അപ്പം അസഭ്യം പറയുകയാണ്. അങ്ങനെയുള്ള അവസ്ഥയാണ് ഈ അങ്കമാലി ടൗണിൻ്റെ നടുക്ക് പോലീസ് സ്റ്റേഷൻ്റെ 100 മീറ്റർ പരിധിയിലാണ് ഈ ഇത് നടക്കുന്നതെന്ന് ആലോചിച്ചോണം. അപ്പോൾ എല്ലാവരും ബോധ്യപ്പെടുക എന്താണ് ഇവിടെ നടക്കണതെന്നുള്ള കാര്യം. അത്രേ എനിക്ക് പറയാനുള്ളൂ. റോഡിൽ പുഴുവരിക്കുന്ന തരത്തിൽ മാലിന്യം കെട്ടിക്കിടക്കുന്ന വിവരം മൈൻഡ് ഓഫ് അങ്കമാലി നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. വിഷയത്തിൽ നഗരസഭാ ആരോഗ്യ വിഭാഗത്തിന്റെ ഇടപെടൽ ഉണ്ടാകാത്തതിനാൽ മാലിന്യം തള്ളൽ ഇപ്പോഴും തുടരുകയാണ്. മലിനജലവും മൂത്രവും കലർന്ന ചെളിവെള്ളം റോഡിലാകെ പരന്നു കിടക്കുന്നു. നടന്നുപോകുന്നവരെ തട്ടി വീഴ്ത്താൻ പാകത്തിൽ പണ്ടെന്നോ സ്റ്റേ വയർ വലിച്ചിരുന്ന വലിയ കമ്പിയും കാണാം. റോഡ് കയ്യേറി മർച്ചന്റ്സ് അസോസിയേഷൻ നടത്തിയ മതിൽ കെട്ടലിന് നഗരസഭാ അധികൃതർ ഒത്താശ ചെയ്തു നൽകുകയായിരുന്നുവെന്നും ഇത് പൊതുജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും ഇത് സംബന്ധിച്ച കേസുമായി മുന്നോട്ടു പോകുന്ന റീബ രാജ് പറയുന്നു. വഴി വ്യാപാര ഭവൻ മതിൽ കയറ്റി കെട്ടിയിട്ട് ഒരു ഫെബ്രുവരി മാസത്തിൽ മതിൽ കയറ്റി കെട്ടിയതാ. അന്ന് ഞാൻ സെക്രട്ടറിക്ക് കംപ്ലൈൻറ്റ് കൊടുത്തതാ. ഇതുവരെയായിട്ടും യാതൊരു നടപടിയും ബാക്കിയുള്ള മതിലും കൂടെ പൂർത്തിയാക്കാനുള്ള അവസരമാണ് അവർ ഉണ്ടാക്കി കൊടുത്തേക്കുന്നത്. നഗരസഭയും വ്യാപാര ഭവനും കൂടി ചേർന്നുകൊണ്ടുള്ള ഒരു പൊതുജനങ്ങളെ കളിയാക്കുന്ന ഒരു സാധനമാണ്. ഞാനൊരു പൊതുവായിട്ടുള്ള ഒരു വ്യക്തി ഒരു സ്ഥലം കയ്യേറിയത് കേസ് നടത്തി ഒഴിപ്പിച്ച് നഗരസഭയുടെ കയ്യിൽ കൊടുത്തിട്ട് അത് സംരക്ഷിക്കാൻ നഗരസഭയ്ക്ക് പറ്റണില്ല. നഗരസഭ അത് കണ്ണടച്ചുകൊണ്ട് വേറൊരാൾക്ക് കയ്യേറാനുള്ള അവസരം കൊടുത്തേക്കാണ്. സർക്കാർ ഭൂമിയിലും മതിലിടാനുള്ള ഒരവകാശവും ഇല്ല. വ്യാപാര ഭവൻ പെർമിറ്റ് എടുത്തിട്ടില്ല. ഒരു സാധനവും ചെയ്യാതെ ഇത്രയും നാളായി മതിൽ കെട്ടിയിട്ട്. സാധാരണക്കാരൻ ഒരു പെട്ടി എവിടെയെങ്കിലും വെച്ചാൽ അത് അപ്പം നഗരസഭ എന്ന് പൊക്കിളിയും കൊണ്ട് എടുപ്പിക്കുന്നുണ്ട്. ഇത് ജനറേറ്റർ ഇരിക്കുന്നത് അവർക്ക്
വെക്കാൻ അവകാശമില്ല എന്നുള്ളത് എനിക്ക് വിവരാവകാശ പ്രകാരം മറുപടി തന്നതാണ്. എന്നിട്ടും യാതൊരു നടപടിയും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. ഇത്തരത്തിൽ ഒരു വഴി കയ്യേറിയത് തിരിച്ച് ആക്കി നമ്മൾ കൊടുത്താൽ പോലും അത് സംരക്ഷിക്കാൻ പറ്റാത്ത രാഷ്ട്രീയക്കാരെ പിന്നെ എങ്ങനെയാണ് ജനം വിശ്വസിക്കണേ? അതും കൂടി ജനം ബോധ്യപ്പെടണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. മാലിന്യം തള്ളാൻ വരുന്നവരെ പേടിപ്പിക്കാൻ നിങ്ങൾ ക്യാമറ നിരീക്ഷണത്തിലാണെന്ന ബോർഡ് വച്ച് തടിയൂരുകയാണ് നഗരസഭ. എന്നാൽ നിരീക്ഷണ ക്യാമറ എവിടെയാണ് സ്ഥാപിച്ചിരിക്കുന്നത് എന്ന് നഗരസഭാ ഉദ്യോഗസ്ഥർക്ക് പോലും അറിയില്ല എന്നതാണ് അത്ഭുതകരം. മർച്ചന്റ്സ് അസോസിയേഷന്റെ മതിൽകെട്ടലും നഗരസഭയുടെ മൗനാനുവാദവും കൂടിയായപ്പോൾ ആയിരങ്ങൾ ആശ്രയിച്ചിരുന്ന ഒരു റോഡ് കുപ്പത്തൊട്ടിയും മൂത്രപ്പുരയുമായി മാറുകയായിരുന്നു. എല്ലാത്തരം അഴുക്കിനെയും തുടച്ചുമാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ്. വീടെന്നും സ്വർഗമാക്കാൻ ഓർമ്മ പ്രോഡക്ട്സ്. MV Jacko Jewelers, Angamali.